നമസ്കാരം, ഞാൻ ശ്രീകുട്ടി. പ്രധാന വാർത്തകൾ. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള പിന്നിൽ വൻ ശക്തികളെന്ന് കുമ്മനം രാജശേഖരൻ. ദേവസ്വം മന്ത്രിയും ബോർഡും രാജിവെക്കണം. കോട്ടയം നാഗമ്പടം ബസ് സ്റ്റാൻഡിൽ വെള്ളക്കെട്ട്. സമീപത്തെ ഓടകൾ മാലിന്യം നിറഞ്ഞടഞ്ഞു. നഗരസഭയ്ക്ക് അനക്കമില്ല. പാറത്തോട് പഞ്ചായത്തിന്റെ വികസന സദസ്സ്. തോടുമകൾ മാലിന്യമുക്തമാക്കണമെന്നും മിനി സിവിൽ സ്റ്റേഷൻ വേണമെന്നും ചർച്ചയിൽ ആവശ്യം. കോട്ടയം റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള സമാപിച്ചു. പുതിയ ഉയരങ്ങൾ കീഴടക്കി കായിക താരങ്ങൾ. മുരുക്കുമയിൽ സ്കൂളിലെ ജുവൽ തോമസ് സീനിയർ ബോയ്സ് ഹൈജമ്പിൽ ദേശീയ റെക്കോർഡ് മറികടന്നു. വാർത്തകൾ വിശദമായി. ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയുടെ പിന്നിൽ വൻ ശക്തികളുണ്ടെന്ന് BJP നേതാവ് കുമ്മനം രാജശേഖരൻ. ഉണ്ണികൃഷ്ണൻ പൂറ്റി വിലസിയപ്പോൾ നഷ്ടമുണ്ടായത് ശബരിമലയ്ക്കാണെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ദേവസ്വം മന്ത്രിയും ബോർഡും രാജിവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വളരെ ദയനീയമായി പരാജയപ്പെട്ട, യാതൊരു വിധത്തിലുള്ള ലക്ഷ്യവും നേടിയെടുക്കാൻ കഴിയാതെ, ആരാരും പങ്കെടുക്കാതെ ഭക്തജനങ്ങൾ, അയ്യപ്പന്മാർ പൂർണ്ണമായും തിരസ്കരിച്ച, തള്ളിക്കളഞ്ഞ ഒരു അയ്യപ്പ സംഘത്തിനുണ്ട് ഏത് സ്പോൺസറിന് പണം കൊടുക്കാൻ പോകും? അതുകൊണ്ട് ഇത് ദേവസ്വം ബോർഡിൻ്റെ തലയിലേക്ക് കെട്ടിവെക്കുകയാണ് ദേവസ്വം മന്ത്രി. ഈ കോടിക്കണക്കിന് രൂപയെന്ന് പറയുന്നത് ഭക്തജനങ്ങളുടെ പണമാണ്. ഈ 8 കോടി 9 കോടി രൂപ കൊടുക്കുന്നു എന്ന് പറയുന്നത് ഭക്തജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ്. അവരുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പുകയാണ്. വാസ്തവത്തിൽ ചെയ്യാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും, ഇപ്പോൾ ഭരണത്തിലിരിക്കുന്നവർ അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം. അവർക്ക് യാതൊരു അർഹതയുമില്ല. ദേവസ്വം മന്ത്രിക്കുമില്ല, ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും അംഗങ്ങൾക്കും ആർക്കും ഈ അധികാര സ്ഥാനത്തിരിക്കാൻ യാതൊരു അർഹതയുമില്ല. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ വൻ ശക്തികളെന്ന് BJP നേതാവ് കുമ്മനം രാജശേഖരൻ. ദ്വാരപാലക ശില്പങ്ങളിലും പീഠങ്ങളിലുമെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റി കൃത്രിമം കാണിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാണ്. വിജിലൻസിന്റെ നോട്ടപ്പുള്ളിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ ശബരിമലയിൽ വിലസിയെന്ന് പറയണം. ദേവസ്വം മന്ത്രിക്കും ബോർഡിനും അധികാരത്തിൽ തുടരാൻ അർഹതയില്ലെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ദ്വാരപാലക ശില്പം തൊണ്ടിമുതലാണെന്നും കേസിന്റെ അന്വേഷണം പൂർത്തിയാകുന്നതുവരെ സൂക്ഷിക്കണമെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. 2019 പ്രതിഷ്ഠിച്ചിരുന്നത് ഇളക്കിയെടുത്ത് 2025 ഇളക്കിയെടുത്ത് കൊണ്ടുപോയി അത് വീണ്ടും സ്വർണം പൂശാൻ അതിൻ്റെ രൂപഭാഗങ്ങളെല്ലാം മാറ്റി അത് ചെയ്യുന്നുവെന്നും 2019 പ്രതിഷ്ഠിച്ചത് ഒറിജിനലായിട്ടുള്ള യഥാർത്ഥത്തിലുള്ളതല്ലെന്നും ഒക്കെ വിജിലൻസ് കണ്ടെത്തിയിട്ടുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ആ ഗോളക അല്ലെങ്കിൽ ദ്വാരപാലക ശില്പത്തിൻ്റെ ആവരണം എവിടെ? ഇതൊരു തൊണ്ടി സാധനമാണ്. കേസിൻ്റെ അന്വേഷണം പൂർത്തിയാകുന്നത് വരെ സൂക്ഷിക്കേണ്ടതാണ്. പക്ഷേ ദേവസ്വം ബോർഡ് വളരെ തിടുക്കത്തിൽ പ്രതിഷ്ഠിക്കുകയാണ്. എന്തിനാണ്? സ്വർണ്ണപ്പാളികൾ സ്ഥാപിക്കാൻ ദേവസ്വം ബോർഡ് തിടുക്കം കാട്ടുന്നത് എന്തിനാണെന്നും കുമ്മനം രാജശേഖരൻ ചോദിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം നാഗമ്പടം ബസ് സ്റ്റാൻഡിൽ വെള്ളക്കെട്ട് രൂക്ഷം. സമീപത്തെ ഓടകളിൽ മാലിന്യം അടിഞ്ഞുകൂടി കിടക്കുന്നതിനാൽ വെള്ളം ഒഴുകിപ്പോകുന്നില്ല. വെള്ളക്കെട്ടിലൂടെ ചവിട്ടിയാണ് യാത്രക്കാർ സഞ്ചരിക്കുന്നത്. ദിവസേന ആയിരക്കണക്കിന് യാത്രക്കാരും ബസ്സുകളും വന്നു പോകുന്ന കോട്ടയം നാഗമ്പടം സ്റ്റാൻഡിലെ കാഴ്ചയാണിത്. ഒരു ചെറിയ മഴ പെയ്താൽ പോലും സ്റ്റാൻഡിനുള്ളിൽ വെള്ളക്കെട്ടാണ്. മലിനജലം പരന്നു കിടക്കുന്നത് യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടുമുണ്ടാക്കുന്നുണ്ട്. നേരത്തെ സ്റ്റാൻഡിന്റെ വശങ്ങളിലുള്ള ഓടയിലൂടെ വെള്ളം മീനച്ചിലാറ്റിലേക്ക് ഒഴുകിപ്പോകുമായിരുന്നു. എന്നാൽ ഇപ്പോൾ മാലിന്യം കുന്നുകൂടി ഓടകൾ അടഞ്ഞതിനാൽ സ്റ്റാൻഡിൽ നിന്നുള്ള വെള്ളം ഒഴുകിപ്പോകുന്നതിന് മാർഗമില്ല. ഇതോടെ സ്റ്റാൻഡിനുള്ളിൽ മഴവെള്ളം കെട്ടിക്കിടക്കുകയാണ്. ഈ കിടക്കുന്ന വെള്ളത്തിലൂടെയാണ് ആളുകൾ നടക്കുന്നതും ബസ് കടന്നു പോകുന്നതും. യഥാസമയം ഓടകൾ വൃത്തിയാക്കുന്നതിനോ ബസ് സ്റ്റാൻഡ് സംരക്ഷിക്കുന്നതിനോ കോട്ടയം നഗരസഭ തയ്യാറാകുന്നില്ലെന്ന പരാതിയും യാത്രക്കാരും പറയുന്നു. ഓടകളിൽ കെട്ടിക്കിടക്കുന്ന മലിനജലവും സ്റ്റാൻഡിലേക്ക് പരന്നൊഴുകി വരുന്നുണ്ട്. ആയിരക്കണക്കിന് യാത്രക്കാർ വന്നു പോകുന്ന നാഗമ്പടം ബസ് സ്റ്റാൻഡിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണാൻ ഓട വൃത്തിയാക്കാൻ നഗരസഭ അധികൃതർ തയ്യാറാകണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാറത്തോട് ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ്സ് നടത്തി. തോടുകൾ മാലിന്യമുക്തമാക്കുക, മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ വികസന സദസ്സിൽ ഉയർന്നു. പാറത്തോട് ഗ്രാമപഞ്ചായത്തിലെ വികസന സദസ്സ് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം വികസന മുന്നേറ്റമുണ്ടായ കാലഘട്ടം അത് 2020 മുതൽ 2025 വരെയുള്ള കാലഘട്ടമാണെന്ന് അസന്നിഗ്ധമായി വസ്തുതകളുടെയും യാഥാർത്ഥ്യങ്ങളുടെയും കണക്കുകളുടെയും വെളിച്ചത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. അതായത് കിടപ്പാടമില്ലാത്ത, ഉപജീവന മാർഗമില്ലാത്ത, തൊഴിലും വരുമാനവുമില്ലാത്ത, ചികിത്സിക്കാൻ മാർഗമില്ലാത്ത ആളുകൾ ഇല്ലാത്ത സംസ്ഥാനമായി
ഇന്ത്യയിൽ ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. പൊടിമറ്റം സെന്റ് മേരീസ് പാരിഷ് ഹാളിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശികുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ റിസോഴ്സ് പേഴ്സൺ എസ് സജീഷും ഗ്രാമപഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എസ് റാണിയും അവതരിപ്പിച്ചു. തോടുകൾ മാലിന്യവിമുക്തമാക്കുക, മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കുക, വയോജനങ്ങൾക്ക് പകൽ വീട് നിർമ്മിക്കുക എന്നീ ആവശ്യങ്ങൾ ചർച്ചയിൽ ഉയർന്നു. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ്, വൈസ് പ്രസിഡന്റ് ജോളി മടുക്കക്കുഴി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫി ജോസഫ്, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി.കെ. മോഹനൻ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ കെ.എ. സിയാദ്, ജിജി ഫിലിപ്പ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സാജൻ കുന്നത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വിജയമ്മ വിജയലാൽ, ഡയസ് മാത്യു, അന്നമ്മ വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പുതിയ ഉയരങ്ങൾ കണ്ടെത്താനുള്ള കായിക പ്രതിഭകളുടെ പോരാട്ടമാണ് പാലായിൽ നടക്കുന്ന കോട്ടയം റവന്യൂ ജില്ലാ കായികമേളയിൽ കണ്ടത്. സീനിയർ ബോയ്സ് ഹൈജമ്പിൽ സ്വർണം നേടി ദേശീയ റെക്കോർഡ് മറികടന്നിരിക്കുകയാണ് മുരിക്കുംവയൽ ഗവൺമെന്റ് സ്കൂളിലെ ജുവൽ തോമസ്. വിജയത്തിന്റെ ആവർത്തനങ്ങളിൽ പുതിയ ഉയരങ്ങളും വേഗങ്ങളും ദൂരങ്ങളും കണ്ടെത്താനുള്ള കൗമാരിക കായിക പ്രതിഭകളുടെ പോരാട്ടത്തിൽ പുതിയ റെക്കോർഡുകൾ പിറക്കുകയാണ്. പാലായിൽ നടക്കുന്ന റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയാണ് വേദി. സീനിയർ ബോയ്സ് ഹൈ ജമ്പിൽ സ്വർണം നേടിയ ജുവൽ ദേശീയ റെക്കോർഡ് മറികടന്നു. 2.12 മീറ്റർ ചാടിയാണ് മുരിക്കുംവയൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പൊൻതാരം ജുവൽ തോമസ് നാഷണൽ റെക്കോർഡ് മറികടന്നത്. ഹൈജമ്പിൽ സ്റ്റേറ്റ് റെക്കോർഡായ 2.10 മീറ്ററും ദേശീയ റെക്കോർഡായ 2.11 മീറ്ററും ജുവൽ മറികടന്നു. കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഹൈജമ്പ് സ്റ്റേറ്റ് മീറ്റിലും നാഷണൽ മീറ്റിലും സ്വർണം നേടിയിരുന്നു. ജൂനിയർ ബോയ്സ് വിഭാഗത്തിൽ സംസ്ഥാന ദേശീയ ചാമ്പ്യൻഷിപ്പുകളിൽ ജുവൽ റെക്കോർഡോടെ സ്വർണം നേടിയിരുന്നു. കഴിഞ്ഞ വർഷം സീനിയർ ബോയ്സ് വിഭാഗത്തിൽ മത്സരിച്ചാണ് സ്വർണം നേടിയത്. ഒഡീഷയിലെ ഭുവനേശ്വറിൽ നടന്ന ജൂനിയർ നാഷണൽ മീറ്റിൽ പങ്കെടുത്ത ശേഷമാണ് ജുവൽ പാലായിലെ ജില്ലാ കായികമേളയിൽ മത്സരിക്കാനെത്തിയത്. സംസ്ഥാന കായികമേളയിലും ദേശീയ കായികമേളയിലും കൂടുതൽ മെച്ചപ്പെട്ട ഉയരം കണ്ടെത്തുകയാണ് ലക്ഷ്യമെന്ന് ജുവൽ പറഞ്ഞു. എൻ്റെ ബെസ്റ്റ് റെക്കോർഡ് 2.12 ആണ്. ഹൈജമ്പ് ഇനത്തിൽ മാക്സിമം ഹൈറ്റ് എന്നെക്കൊണ്ട് പറ്റുന്ന ഹൈറ്റ് ചാടണമെന്നാണ് എൻ്റെ ആഗ്രഹം. 2.12 മീറ്റർ മറികടന്ന മികച്ച പ്രകടനം സ്റ്റേറ്റ് നാഷണൽ മീറ്റുകളിലെ റെക്കോർഡ് സ്വന്തമാക്കാനുള്ള ശ്രമത്തിലാണ് ജുവൽ തോമസ്. വോളിബോൾ കളിക്കാരനും ഇപ്പോൾ തൃശൂർ ആംഡ് പോലീസ് CIയുമായ തോമസിന്റെയും അധ്യാപികയായ ജിതയുടെയും മകനാണ് ജുവൽ. ഹൈറേഞ്ച് സ്പോർട്സ് അക്കാദമിയിൽ പരിശീലനം നേടുന്ന ജുവൽ തോമസിന്റെ കോച്ച് സന്തോഷ് ജോർജാണ്. കഴിഞ്ഞ 3 വർഷമായി സംസ്ഥാന ദേശീയ കായികമേളകളിൽ തിളങ്ങുന്ന ജുവൽ തോമസ് ഇന്ത്യൻ കായിക രംഗത്തിന് ഏറെ പ്രതീക്ഷകൾ അർപ്പിക്കാവുന്ന താരമായി മാറിക്കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാല. കേരളത്തിലെ സാംബവർ സർക്കാരിൽ നിന്നും അവഗണന നേരിടുകയാണെന്ന് സാംബവ മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് സോമൻ പാമ്പായിക്കോട് പറഞ്ഞു. സാംബവരുടെ കുലത്തൊഴിലായ ഈറ്റ നെയ്ത്ത് തൊഴിൽ ചെയ്യുന്നതിന് ഗുണനിലവാരമുള്ള ഈറ്റ ലഭിക്കുന്നതിന് ബാംബു കോർപ്പറേഷൻ നടപടിയെടുക്കണം. സമുദായത്തിന് സർക്കാർ നിയമനങ്ങളിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടപ്പിലാക്കി അർഹമായ പ്രാതിനിധ്യം ഉറപ്പുവരുത്തണമെന്നും സാംബവ മഹാസഭ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഭൂമി, പാർപ്പിടം, തൊഴിൽ, വിദ്യാഭ്യാസം, കലാ, സാംസ്കാരികം എന്നീ മൗലിക അവകാശം നേടിയെടുക്കുന്നതിൽ ഇപ്പോഴും വളരെ പിന്നിലാണ്. അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗ തലങ്ങളിൽ സാംബവ സമുദായത്തിന് അർഹമായ നിയമനം ലഭിച്ചിട്ടില്ല. അതിനുവേണ്ടി ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നൊരു നിർദ്ദേശമാണ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് വഴി ആവശ്യമായ നിയമനം നടത്തി ഞങ്ങൾക്ക് അർഹതപ്പെട്ട ജോലികൾ, ഉദ്യോഗങ്ങൾ ലഭിക്കണം എന്നുള്ളതാണ്. കടനാട് പുണ്യത്തിലവുകാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മോഷണം. വഴിപാട് കൗണ്ടറിന്റെ കതക് തകർത്ത് അകത്തുകടന്ന മോഷ്ടാവ് 2600 രൂപയും വഴിപാട് സ്വർണവും അപഹരിച്ചു. കൗണ്ടറിനുള്ളിൽ വാരി വലിച്ച് ആലങ്കോലമാക്കി. കതകിന്റെ ഓടാമ്പൽ നശിപ്പിച്ചാണ് മോഷ്ടാവ് അകത്തുകടന്നത്. മേലുകാവ് പോലീസ് അന്വേഷണം തുടങ്ങി. വെറ്ററൻസ് അത്ലറ്റിക് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ വെറ്ററൻസ് മെഗാ അത്ലറ്റിക് മീറ്റ് ഡിസംബർ 20-21 തീയതികളിൽ തൃശൂർ കുന്നംകുളത്തുള്ള ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സിന്തറ്റിക് ഗ്രൗണ്ടിൽ നടക്കും. 30 വയസ്സിന് മുകളിലുള്ള സ്ത്രീ പുരുഷ അത്ലറ്റുകൾക്ക് പങ്കെടുക്കാം. മീറ്റിൽ പങ്കെടുക്കുന്നതിനുള്ള രജിസ്ട്രേഷൻ നവംബർ 20 രാവിലെ 10 മണി മുതൽ 12:30 വരെ കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജിന് സമീപം നടക്കും. വിവരങ്ങൾക്ക് 95 44 51 80 34 എന്ന നമ്പറിൽ ബന്ധപ്പെടണം. NCPS ജില്ലാ നേതൃ ക്യാമ്പ് ഈ മാസം 18-ന് ഓശാന മൗണ്ടിൽ നടക്കും. നാളെ രാവിലെ 10 മണിക്ക് സംസ്ഥാന പ്രസിഡന്റ് തോമസ് കെ തോമസ് MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് ബെന്നി മൈലാടൂർ അധ്യക്ഷനാകും. മന്ത്രിമാരായ VN വാസവൻ, AK ശശീന്ദ്രൻ എന്നിവർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. NCPS കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ മാസം 18-19 തീയതികളിൽ എടമറ്റത്ത് ഓശാന മൗണ്ടിൽ വെച്ച് ജില്ലാ ക്യാമ്പ് നടത്തുകയും 2 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ശനിയാഴ്ച
പതാക ഉയർത്തലോടുകൂടി ക്യാമ്പ് ആരംഭിക്കും. ഞായറാഴ്ച 5 മണിക്കാണ് ക്യാമ്പ് അവസാനിക്കുന്നത്. ക്യാമ്പിൻ്റെ ഉദ്ഘാടനം ഞായറാഴ്ച 10 മണിക്ക് NCPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ തോമസ് കെ തോമസ് MLA നിർവഹിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള പിന്നിൽ വൻ ശക്തികളെന്ന് കുമ്മനം രാജശേഖരൻ. ദേവസ്വം മന്ത്രിയും ബോർഡും രാജിവെക്കണം. കോട്ടയം നാഗമ്പടം ബസ് സ്റ്റാൻഡിൽ വെള്ളക്കെട്ട്. സമീപത്തെ ഓടകൾ മാലിന്യം നിറഞ്ഞടഞ്ഞു. നഗരസഭയ്ക്ക് അനക്കമില്ല. പാറത്തോട് പഞ്ചായത്തിന്റെ വികസന സദസ്സ്. തോടുമകൾ മാലിന്യമുക്തമാക്കണമെന്നും മിനി സിവിൽ സ്റ്റേഷൻ വേണമെന്നും ചർച്ചയിൽ ആവശ്യം. കോട്ടയം റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള സമാപിച്ചു. പുതിയ ഉയരങ്ങൾ കീഴടക്കി കായിക താരങ്ങൾ. മുരുക്കുമയൽ സ്കൂളിലെ ജുവൽ തോമസ് സീനിയർ ബോയ്സ് ഹൈജമ്പിൽ ദേശീയ റെക്കോർഡ് മറികടന്നു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.